ക്രിസ്മസ് പുതുവത്സര അവധിക്കാല യാത്രകൾക്ക് ടിക്കറ്റുകൾ കിട്ടാതെ വലയുകയാണ് മലയാളികൾ. സംസ്ഥാനത്തിനകത്തുള്ള യാത്രകൾക്കും ട്രെയിൻ ടിക്കറ്റ് കിട്ടാനില്ല. വടക്കൻ ജില്ലകളിൽ നിന്നും അവധി ദിവസങ്ങളിൽ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകളിലൊന്നും ഈ മാസം പകുതി കഴിഞ്ഞാൽ ടിക്കറ്റുകളില്ല. തിരിച്ചും ടിക്കറ്റ് കിട്ടാക്കനിയാകും. തിരുവനന്തപുരം, കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ ട്രെയിനിൽ മലബാറിലെത്താൻ വിയർക്കുമെന്നുറപ്പ്. ഇന്ത്യൻ റെയിൽവേ കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിക്കാത്തതും വിമാന കമ്പനികൾ നിരക്ക് കുത്തനെ ഉയർത്തിയതുമാണ് തിരിച്ചടിയാകുന്നത്. ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് ക്രിസ്മസ് അവധിക്കാലത്ത് കേരളത്തിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റുകൾ നേരത്തെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. കൂടാതെ സ്പെഷ്യൽ ട്രെയിനുകൾ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും ഉണ്ടായില്ല. എന്നാൽ ഈ അവസരം മുതലെടുത്ത് കൊള്ളലാഭം കൊയ്യാൻ നിൽക്കുകയാണ് സ്വകാര്യ ബസ്സുകൾ. തിരുവനന്തപുരം, കൊച്ചി ഭാഗങ്ങളിലേക്കുള്ള ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിലെ മലബാർ മേഖലകളിൽ, സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നത്. എല്ലാ ഉത്സവ സീസണിലെയും പോലെ ഇത്തവണയും നാട്ടിലെത്താൻ ഇവർ പാടുപെടുന്ന അവസ്ഥയാണ്. കോഴിക്കോട് നിന്നും ഈ മാസം 20-ന് തിരുവനന്തപുരത്തേക്കുള്ള ജനശതാബ്ദി, വന്ദേ ഭാരത്, മാവേലി, ഏറനാട് എക്സ്പ്രസുകൾക്കൊന്നും നിലവിൽ ടിക്കറ്റ് കിട്ടാനില്ല. നേത്രാവതിയിലും സമാന അവസ്ഥ തന്നെയാണുള്ളത്. പല ട്രെയിനുകളിലും വെയിറ്റിംഗ് ലിസ്റ്റ് 200 കടന്നു. ട്രെയിൻ കിട്ടാത്തവർക്ക് സ്വകാര്യ ബസ്സുകളല്ലാതെ മറ്റു വഴികളില്ല. എന്നാൽ യാത്രക്കാരെ പിഴിയുന്നതാകും വരും ദിവസത്തെ സ്വകാര്യ ബസ് നിരക്ക്. ഡിസംബർ 20-ന് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് സ്ലീപ്പറിന് 1300 മുതൽ 2500 വരെയാണ് ചാർജ്. സെമി സ്ലീപ്പറിനും ഇതേ നിരക്ക് തന്നെയാണ്. അത് ഇനിയും കൂടുമെന്ന് ഉറപ്പാണ്. മിതമായ നിരക്കിൽ KSRTC കൂടുതൽ സർവീസുകളും റെയിൽവേ അവധിക്കാല ട്രെയിനുകളും അനുവദിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അയൽ നഗരങ്ങളിൽ കൂടുതൽ മലയാളികളുള്ള ബംഗളൂരുവിൽ നിന്ന് മധ്യ കേരളത്തിലേക്കുള്ള ട്രെയിനുകളിൽ വെയിറ്റിംഗ് ലിസ്റ്റും 200-ന് മുകളിലാണ്. സംസ്ഥാനത്തിനകത്ത് സർവീസ് നടത്തുന്ന ജനശതാബ്ദി, വന്ദേ ഭാരത്, മാവേലി എക്സ്പ്രസ്, മലബാർ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിലും സമാനമാണ് അവസ്ഥ. ശബരിമല സീസണും ക്രിസ്മസ്, ന്യൂ ഇയർ അവധിയും പ്രമാണിച്ചാണ് യാത്രക്കാരുടെ തിരക്കേറുന്നത്. ട്രെയിൻ ടിക്കറ്റ് കിട്ടാതെയാകുന്നതോടെ ബസ്സിനെയോ വിമാനത്തെയോ ആശ്രയിക്കാൻ ശ്രമിച്ചാൽ അവിടെയും കൈപൊള്ളും. സ്വകാര്യ ബസ്സുകളും വിമാന കമ്പനികളും ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് അവധി തുടങ്ങുന്ന വെള്ളിയാഴ്ച മുതൽ ബംഗളൂരു, കൊച്ചി യാത്രയ്ക്ക് സ്വകാര്യ ബസ്സുകളിൽ 3499 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക്. തിരുവനന്തപുരത്തേക്ക് 3500, 4000 വരെയാകും ഇത്. പുതുവർഷാഘോഷം കഴിഞ്ഞ മടക്കയാത്രയ്ക്ക് നിരക്ക് ഇതിലും കൂടുതലാണ്. ക്രിസ്മസ് ആകുമ്പോഴേക്കും ഈ നിരക്ക് വീണ്ടും ഉയരും. ആഭ്യന്തര വിമാന ടിക്കറ്റ് നിരക്കും വിമാന കമ്പനികൾ കുത്തനെ ഉയർത്തിയിരിക്കുകയാണ്. 40% നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ജനുവരി 15-ന് ബംഗളൂരു, കൊച്ചി യാത്രയ്ക്ക് 3301 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. എന്നാൽ ഡിസംബർ 23-ന് 13529 രൂപ നൽകണം. കൊച്ചിയിൽ നിന്ന് ചെന്നൈ, മുംബൈ എന്നീ നഗരങ്ങളിലേക്കും നിരക്കുകളിലും വർധനയുണ്ട്. കഴിഞ്ഞ മാസം 8500 രൂപയ്ക്ക് ഡൽഹി, കൊച്ചി യാത്ര സാധ്യമായിരുന്നെങ്കിൽ നിലവിൽ 25,000 രൂപയോളം നൽകണമെന്നാണ് ട്രാവൽ ഏജൻസികൾ പറയുന്നത്. മുൻ വർഷങ്ങളിലും ക്രിസ്മസ്, ന്യൂ ഇയർ അവധിക്കാലത്ത് സമാനമായിരുന്നു കേരളത്തിലേക്കുള്ള യാത്രാ ദുരിതം. റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കുന്നതാണ് തിരിച്ചടിയാകുന്നത് എന്നാണ് യാത്രക്കാർ പറയുന്നത്. ആ സമയമാവുമ്പോഴേക്കും ഒട്ടുമിക്ക യാത്രക്കാരും ഉയർന്ന നിരക്ക് നൽകി സ്വകാര്യ ബസ്സുകളെയോ മറ്റോ ആശ്രയിച്ചിട്ടുണ്ടാകും. അതേസമയം ക്രിസ്മസ് അവധി കണക്കിലെടുത്ത് കൂടുതൽ ബസ് സർവീസുകൾ നടത്തുമെന്ന് KSRTC അറിയിച്ചിട്ടുമുണ്ട്. കർണാടക RTCയും ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലെ വിവിധ നഗരങ്ങളിലേക്ക് അവധിക്കാലത്ത് കൂടുതൽ സർവീസുകൾ നടത്തും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.